ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ വന്ന പടത്തിൻ്റെ പേര് റോബിൻ ഹുഡ്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന നിതിൻ, ശ്രീലീല, നാഗ്, മീൻസ് ആദർശ് ലാൽമാനാണ്. പിന്നെ രാജേന്ദ്ര പ്രസാദ്, വെന്നില കിഷോർ, പിന്നെ അവരുടെ ഒരു സ്വന്തം ലാൽ, നോട്ട് ലാലട്ടൻ, പിന്നെ മൈമു ഗോപി എന്നിവരാണ്, പിന്നെ സിജു ബ്രഹ്മാജി എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്യുന്ന വെൻകി കുടുംബളയാണ്. മീൻസ് ഇതിൻ്റെ എന്ന ഭീഷ്മ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്ത ആളാണ്. പടത്തിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ടി വി പ്രകാശ് കുമാറാണ്. ഈ പടം ഞാൻ കാണാൻ പോയത് ഹൈദരാബാദാണ്. ഇന്ന് രാവിലെ ആയിരുന്നു ഷോ. എന്നിട്ട് എനിക്കത് 7 മണിയായപ്പോഴത്തേയിരുന്നു ഷോ ഇറങ്ങിപ്പോയി. സോറി, പറയാൻ പറ്റിയില്ല. എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴത്തേക്കും ഇവിടെ ഇതായിട്ടുണ്ടാകും കേരളത്തിൽ. മീൻസ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഈദ് മുബാറക് ടു ഓൾ. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ അബവ് ആവറേജ് ഫിലിം. പടത്തിലൊരു ക്യാമിയോ ഉണ്ട്, അതിനെക്കുറിച്ച് അവസാനം ആറുമ്പോൾ പറയാം. പടത്തിൽ ക്യാമിയോ ഒഴികെയുള്ള എല്ലാവരുടെ പെർഫോമൻസസ് നോക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ ഈസ് സൂപ്പർ. ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം കോമഡി വൈസിലാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫും അത്യാവശ്യം നല്ലൊരു എൻ്റർടൈനായിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ്സിലോട്ട് കിടക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊന്നൊരു സോങ് വരുന്നുണ്ട്. ആ ഒരു സോങ് എടുത്ത് മാറ്റായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയതെന്തെന്ന് വെച്ചാൽ പിന്നെന്താ തോന്നിയെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ഒരു ഇൻട്രോ സീൻ എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു. നമ്മുടെ ഇവളുടെ പേര് ഞാൻ പറഞ്ഞില്ല, രാജേന്ദ്ര പ്രസാദിൻ്റെ എൻട്രി ഒന്നും നമുക്ക് മാറ്റായിരുന്നു. പിന്നെ പടത്തിൽ ഷൈൻഡോ ജാക്ക് ഉണ്ട്, അയാളുടെ അടുത്ത് മാറ്റായിരുന്നു. ബാക്കിയെല്ലാം ഒക്കെയാണ് ഈ പടത്തിൽ. ക്യാമിയോനെ കുറിച്ച് പിന്നെ മ്യൂസിക്കും ബീജിയും ഒക്കെ നല്ലതായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷെ മ്യൂസിക് സ്റ്റാർട്ടിങ്ങിലെന്താ പാട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അത് എടുത്ത് മാറ്റായിരുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ് മ്യൂസിക് ആൻഡ് ബീജി വെച്ച് നോക്കുമ്പോൾ. സിനിമാറ്റോഗ്രഫി ആൻഡ് എഡിറ്റിങ് അതൊക്കെ ആരൊക്കെ ചെയ്തെന്ന് പറഞ്ഞോട്. ബാക്കിയുള്ള ക്രൂ നല്ലതായിട്ട് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മൈറ്റർ മൂവി മേക്കേഴ്സാണ്. അത് അവരുടെ പറ്റുന്നെന്താണ് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയാനാണെങ്കിൽ അയാൾ ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യം, നിങ്ങൾക്ക് ഈ പടത്തിനെ കുറിച്ച് കണ്ടവരാണെങ്കിൽ അത് നിങ്ങൾക്കറിയായിരിക്കും. എന്നാലും ഞാൻ പറയാണ് കാണാത്തവർക്ക് വേണ്ടി. വേറെ ആരുമല്ലേ, നമ്മുടെ IPL ഏറ്റവും കൂടുതൽ 50 അടിച്ചിരിക്കുന്ന ആൾ അഥവാ നമ്മുടെ സ്വന്തം ഡേവിഡ് വാർണറാണ് ആ ക്യാമിയോ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 മിനിറ്റ് എന്തോ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട് കേട്ടോ. അത് 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കണം. അപ്പോൾ ആ 3 മിനിറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് റോബിൻ ഹുഡ് സെക്കൻഡ് പാർട്ട് എന്നിട്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അവസാനിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പേര് എന്തോ റോബിൻ ഹുഡ് ബ്രദർഹുഡ് എന്നാണ് പടത്തിൻ്റെ പേരെന്നും പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം, ഈ തെലുങ്കന്മാർക്ക് ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈഗർ സിനിമ കണ്ടിട്ടുള്ളതാണെങ്കിൽ ഒരു സ്പോർട്സ്മാനെ അതിൽ ക്യാമിയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അതാണുള്ള പേര് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മൈക്ക് ടൈസൺ ഉണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അത് കട്ട ഷോക്കായിട്ടാണ് എടുത്തത്. പക്ഷേ ഇതിൽ ഡേവിഡ് വാർണർ ക്യാമിയോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്തെങ്കിലും ഉളത്തരമാണ് കാണിക്കാൻ പോകണമെന്നുള്ളത്. പക്ഷേ അങ്ങേര് ഇതിന് വരെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മറ്റേ അങ്ങേർക്ക് അഭിനയം എന്താന്ന് പോലും അറിഞ്ഞോടത് റിപ്പീറ്റ്. എനിക്ക് അങ്ങനെയാണ് അതിൽ ഫീൽ ചെയ്തത്. അവിടെ ശോകമാണത് ഞാൻ വിടും, അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. പിന്നെ ഇത് വെൻകി കുടുംബലയുടെ സ്റ്റോറിയാണ്. പിന്നെ
നിതിൻ ശ്രീലകമ്പ് നേരത്തെ എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷനിലും പിന്നെ ജി വി പ്രകാശിൻ്റെ മ്യൂസിക് ആൻഡ് BGM എന്ന നിലയിലും പിന്നെ ജി വി പ്രകാശിന് മുമ്പും ഇവരുടെ വെങ്കി ഉടമലയുടെ കൂടെയും നെറ്റിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. ഇവർ അത് ഞാൻ പറഞ്ഞല്ലോ ഭീഷ്മ എന്നുള്ള സിനിമയുണ്ട് നെറ്റിൻ്റെ, അതിൽ ആണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് വെങ്കി ഉടമലയായിരുന്നു ഡയറക്റ്റ് ചെയ്തിരുന്നത്. അങ്ങേരുടെ ഫസ്റ്റ് പടമെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങേരുടെ വേറെ പടമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതും അതും അല്ലാതെ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം, എന്നിട്ട് ഞാൻ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ഇവനൊരു തീഫാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഇവനെ പിടിക്കണം പറഞ്ഞ് നടക്കുന്ന ആളാണ് നമ്മുടെ ഷൈൻ ടോം ജാക്കോയുടെ ക്യാരക്ടർ ഒട്ട ശോകമാണ്. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിലൊന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം പിടിക്കാൻ വേണ്ടി പോകും. പക്ഷേ ഇവൻ നേരെ ഊക്കി വിടും. ഞാനല്ല എന്ന് പറഞ്ഞ് കള്ളം പറയും. എന്നിട്ട് ഇവന് സംശയമാണ് ഇവനാണ് എന്ന് പറഞ്ഞിട്ട് പോലീസ് തന്നെ വിടാൻ നോക്കുക. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു ആംബുലൻസിൽ പോകും. എന്നിട്ട് ആംബുലൻസ് അപ്പം പറയും ഞങ്ങൾക്ക് ഇവിടെ പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നീ ആരാതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, പക്ഷെ നീ രക്ഷിക്കണം എന്ന് പറയും. അപ്പം ഇങ്ങനെ മനസ്സ് മാറിയിട്ട് അവൻ അങ്ങോട്ട് പോയിട്ട് ഇവരുടെ ഫാമിലി ഇതൊന്ന് അന്വേഷിക്കുക. അപ്പം അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഇവരുടെ പേരക്കുട്ടിയാണ് ശ്രീലീല എന്നുള്ളത് മനസ്സിലാണത്. ഈ രക്ഷിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലാലിനെ രക്ഷിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ ആൾക്കാരെയാണ് രക്ഷിക്കണം എന്ന് ഉദ്ദേശിക്കണമെന്ന് അവന് മനസ്സിലാകും. അപ്പോൾ ശ്രീലീല എന്നെ വിളിക്കണം, ഈ കാര്യമൊക്കെ പറയണം, അതൊക്കെ എന്താ പ്ലാൻ. അപ്പോൾ ശ്രീലീല എന്ന് പറഞ്ഞാൽ ഇവരുടെ പേരക്കുട്ടിയാണ്. ഇവരുടെ മോനായിട്ടാണ് ഷൈജു വന്നിരിക്കുന്നത്. ഷിജു എന്ന് പറഞ്ഞ് അങ്ങനെ ആയിപ്പോയി, സോറി. ഷൈജു എന്നാണ് എൻ്റെ പേര്. മീൻസ് നമ്മുടെ മാസ്റ്ററിൽ കിഷോറിലൂടെ അങ്ങേരി. അപ്പോൾ അങ്ങേരോടാണ് പറയുന്നത്. അങ്ങേരോട് പറഞ്ഞാലും അങ്ങേര് കൂട്ടുകാരൊക്കെയാണെന്നും പറഞ്ഞിട്ട് അവിടെ വെക്കും. അപ്പോൾ മാളെ വിളിച്ചുകൊണ്ട് അവളോട് പറഞ്ഞാൽ ഓക്കെ ആയിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവരാണെങ്കിൽ ഇന്ത്യയിലോട്ട് വരാനുള്ള ആഗ്രഹത്തിൽ ഇവളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വെണ്ണില കിഷോർ ഞങ്ങൾക്ക് സെക്യൂരിറ്റി വേണമെന്നും പറഞ്ഞിട്ട് ഒരു ആളെ വിളിക്കും. അപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 ഏജൻസി ഉണ്ടല്ലോ, ഏജൻസി ഉണ്ട് എന്ന് പറയും. ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി ഉണ്ടെന്ന് പറയും. അപ്പോൾ അതിൻ്റെ പേര് റോബിൻഹുഡ് ഏജൻസി ആണ്. ഇത് ഭയങ്കര പ്ലാനാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇവരവരെ അങ്ങോട്ട് കൊണ്ടുപോയി. എന്നിട്ട് അവിടുത്തെ വില്ലൻ ദേവനാഗാണ്. മീൻസ് നമ്മുടെ ആദിപുരുഷൻ്റെ വില്ലനോ, സോറി ആദിപുരുഷൻ്റെ വില്ലൻ എന്നല്ല, ആദിപുരുഷൻ്റെ അനിമൻ. അപ്പോൾ അങ്ങേര് കട്ട വില്ലൻ, കൊടൂര വില്ലനാണ്. അങ്ങേർക്ക് മറ്റേ സാധനമൊക്കെ ഉണ്ട്. അവിടെ അയ്യപ്പനും കോശിയിൽ അയ്യപ്പൻ്റെ സാധനമുണ്ട്, കോപ്പി പിടിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. എവിടെയാ നമ്മുടെ സത്യം അതാണ്. ഇങ്ങനെ കെട്ടുപിടിച്ചിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ച് ആകരയാവും, ശ്വാസം മുട്ടിച്ചാവും. ആ സംഭവം ഇതിലും ഉണ്ട് കേട്ടോ. ഇതിന് മുമ്പ് ജോൺ അബ്രഹാം സാധനം കോപ്പി അടിച്ചിട്ട് പോയതാണ്. അത് മര്യാദയ്ക്ക് ചെയ്ത് വെച്ചത്, ഇതിൽ മര്യാദയ്ക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. രണ്ടുപേർക്കും നല്ല മസിൽ ബോഡി ഉള്ളതുകൊണ്ട് അത് അങ്ങനെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നു, അത്രേ ഉള്ളൂ. പിന്നെ വിജുമേനോണ് അത്യാവശ്യം മസിൽ എടുത്തിട്ട് തന്നെയാണ്, 6 പാക്കൊക്കെ എടുത്തിട്ട് തന്നെയാണ് പിന്നെ കോശിയിലോട്ട് വന്നത്. അതുകൊണ്ട് നേർക്ക് അത് മര്യാദയ്ക്ക് ചെയ്യാൻ സാധിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ജോൺ അബ്രഹാം തന്നെ എതിരെ പേടിച്ചെന്ന് നിങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അത് എക്വിലിയൻ റിട്ടേൺസ് എന്ന സിനിമയാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് മസ്റ്റ് വാച്ചാണ്. പ്ലീസ് ഒന്ന് കണ്ടു നോക്ക്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഈ സിനിമ അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് എനിക്കിപ്പോൾ ഈ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു, എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ ആവണമെന്നില്ല ഈ സിനിമ. നിങ്ങൾ കണ്ടു നോക്കുന്ന മാത്രമേ പറയുള്ളൂ. പിന്നെ ഇതിൻ്റെ മോസ്റ്റ് ഹൈ പോസിറ്റീവ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, ഇവിടെ പറഞ്ഞിട്ട് ഗെയിമിംഗ് ആണ്. സെക്കൻഡ് പാർട്ടിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഈ സിനിമ. പക്ഷേ ഇതിൻ്റെ ബഡ്ജറ്റ് ഒരു നെഗറ്റീവാട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് 60 കോടി എന്തോണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയണത്. ഇതെങ്ങനെ വന്നതെന്ന് എനിക്ക് ഇതുമായിട്ട് മനസ്സിലായിട്ടില്ല. പിന്നെ ഇതിന്ന് രശ്മിക്ക് ഇറങ്ങി ഓടിയത് ഭാഗ്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഈ രശ്മിക്ക് വല്ല ഈ പടത്തിലുണ്ടായിരുന്നെങ്കിൽ സത്യമാണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് 60 കോടിയിലൊന്നും നിൽക്കില്ല, അല്ലാട്ട് മേലോട്ട് പോകും, അത് ഉറപ്പ്. പിന്നെ ക്രിഞ്ച് ഇടയ്ക്കൊക്കെ ഓളപ്പടത്തിൽ അഭിനയിച്ച ശർവാനന്ദിനെ ഇടയ്ക്കൊന്ന് വൈറലാക്കിയതാണത്. ആ പടത്തിൻ്റെ പേര് എനിക്ക് മറന്നു വരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ
പറഞ്ഞേനെ, അത് വേറെ കാര്യം. അതുകൊണ്ട് ഇവിടുത്തെ അഭിനയിക്കാത്തൊരു നല്ല കാര്യം എന്ന് ഞാൻ പറയുള്ളൂ. അവളാണ് ഭീഷ്മയിലാടി എന്താ ഇതിൻ്റെ പടത്തിൽ, പക്ഷെ ഇതിൽ അഭിനയിക്കാത്തത് നല്ല കാര്യം എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയണം. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. പിന്നെ വേറൊരു ഹൈലി പോസിറ്റീവ് ഞാൻ പറയാൻ മറന്നുണ്ട്. ഇതിൽ ക്യാമിയോ ആയിട്ട് വേറൊരാളും കൂടി ഉണ്ട്. അത് ഐറ്റം ഡാൻസ് ആട്ടോ. ആദ്യത് സർപ്രൈസ് ആ പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിൽ ഐറ്റം ഡാൻസ് കളിച്ചാണ് കാർത്തിക ശർമ്മയാണ്. കാർത്തിക വല്ല പടമൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല, എന്നാലും ഇങ്ങനെ ഒരു നടി തെലുങ്കിലുണ്ടെന്ന് അറിയാം, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അവരുടെ ഒരു ഇതുണ്ട് അത്. പക്ഷെ അവിടെ ആ പാട്ട് തീർന്നു എന്ന് വിചാരിക്കുമ്പോൾ എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ഡാൻസ് കളിക്കും. ശ്രീലീലത്തിനും കൂടി ആ ഡാൻസൊക്കെ നൈസായിരുന്നു. എനിക്ക് അത്യാവശ്യം അവരുടെ വീട്ടിൽ വെച്ചിട്ട്. പിന്നെ ഈ പടത്തിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പടത്തെ കണ്ടിട്ടുണ്ട്, നായകനെ മാത്രമാണ് ഫൈറ്റ് ചെയ്യിപ്പിക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അത് ജയിലർ സിനിമയിലൂടെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ജയിലർ ലിയോ സിനിമയിലൊക്കെ അതൊന്ന് കുറച്ച് മാറ്റി വരുത്തിയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നായകൻ്റെ കൂടെ നിൽക്കുന്നവർക്കും പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജയിലറിൽ ഒക്കെ ആണെങ്കിലും ജയിലറിലുണ്ട് അങ്ങനെ, പിന്നെ ലിയോയിൽ അങ്ങനെയുണ്ട്, പിന്നെ ജവാനിൽ അങ്ങനെയുണ്ട്, പിന്നെ എന്നിടയ്ക്ക് ഇറങ്ങിയ ഡാർക്ക് മഹാരാജിൽ അങ്ങനെയുണ്ട്. അങ്ങനെ മാത്രമല്ല, നായകൻ്റെ കൂടെയുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലും അങ്ങനെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ രാജേന്ദ്ര പ്രസാദിൻ്റെ ക്യാരക്ടറിനും പിന്നെ പിന്നെ ഇവരുടെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞിട്ട് 4 പേരെ കാണിക്കുന്നുണ്ട്, അവർക്കും അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഫ്ലാഷ് ബാക്ക്, പിന്നെ ഈ സിനിമയുടെ ഫ്ലാഷ് ബാക്കൊക്കെ അത്യാവശ്യം നല്ല സൈഡാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ സ്പോയിലർ ആക്കുന്നില്ല. അത് അത്യാവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് എന്തായാലും ഒന്നുകൂടി പറയുകയാണ് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, ഈദ് മുബാറക് ടു ഓൾ. ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓളെന്ന് പറയുന്ന ഓപ്ഷനുണ്ടോ അതൊന്നും അടുത്ത് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഡെൽറ്റ വെസ്കസ്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ബൈ.